കേരളത്തിലെ നദികളെ പറ്റിയുള്ള 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നദി, അവയുടെ നീളം, ഉത്ഭവം, അതെവിടെ പോയി അവസാനിക്കുന്നു, ഏത് ജില്ലയിലൂടെയൊക്കെ ഒഴുകുന്നു എന്നിവയെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം. നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ തുടങ്ങുന്ന ആ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 11 നദി, കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 11 നദിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏകദേശം അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒറ്റ ഇതിൽ നോക്കാം. ആദ്യ നദിയാണ് പെരിയാർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ. അത് നമ്മൾ പഠിച്ചു. പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സുന്ദരമലയിലുള്ള ശിവഗിരി കുന്ന്. അത് ആരുടെ വാദപ്രകാരമാണ്? തമിഴ്നാടിൻ്റെ ആണ്. കേരളത്തിൽ പ്രത്യേക ഒരു വാദമുണ്ട്. ഏതാ കേരളം പറഞ്ഞ ഏതാ? കേരളത്തിൻ്റെ തന്നെ അതിർത്തിയായിട്ടുള്ള ചൊക്കാംപെട്ടിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. പെരിയാർ നേരിട്ട് അറബിക്കടലിൽ പതിക്കുന്നില്ല, വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. പിന്നെ ഒരു ഭാഗം വരാപ്പുഴ കായലിലും പതിക്കുന്നുണ്ട്. വരാപ്പുഴ കായലിലും ചെറിയൊരു ഭാഗം പതിക്കുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത്? ഇടുക്കിയും എറണാകുളവും. ഏതൊക്കെയാ? ഇടുക്കി, എറണാകുളം. അടുത്തത് ഭാരതപ്പുഴ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര അതിൻ്റെ കിലോമീറ്റർ? 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്ന്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ആനമല. ഇതെവിടെ പതിക്കുന്നത്? അറബിക്കടൽ. അറബിക്കടലിൽ പതിക്കുന്ന ഭാഗം ഏത് ഭാഗത്ത് വെച്ചാൽ? പൊന്നാനിയിൽ വെച്ച്. എവിടെ വെച്ചാണ്? പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഏതൊക്കെ ജില്ലകളിൽ കൂടെ ഒഴുകുന്നു? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പമ്പ നദി. പമ്പ എത്ര കിലോമീറ്റർ നമ്മൾ പറഞ്ഞേ? 176. എത്രയാ? 176. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നേ? പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമല. എവിടെ നിന്നാണ്? പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടെയാണ് പതിക്കുന്നേ? വേമ്പനാട് കായലിൽ പതിക്കുന്നു. ഏതൊക്കെ ജില്ലകളിൽ കൂടെ ഒഴുകുന്നു? പത്തനംതിട്ടയും ആലപ്പുഴയും. അടുത്തത് ചാലിയാർ. ചാലിയാർ കേരളത്തിലെ ഏറ്റവും മലിനമായ നദി എന്ന് നമ്മൾ പഠിച്ചു. ചാലിയാറിൻ്റെ നീളം എത്രയാണ്? 169 കിലോമീറ്റർ. എവിടെയാണ്? 169 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. എവിടെ നിന്ന് ഇത് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്ന്. എവിടെന്ന ഉത്ഭവം? തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്ന്. പതിക്കുന്ന എവിടെയാണ്? അറബിക്കടലിൽ പതിക്കുന്നു. ഒഴുകുന്ന ജില്ല കോഴിക്കോട്, മലപ്പുറം, വയനാട്. ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ ലെങ്ത് എത്രയാണ്? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? പഠിച്ചു കഴിഞ്ഞു. 145.5 145.5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുണ്ട്. ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദിയൊക്കെയാണ് ഏത്? ചാലക്കുടി പുഴ. ഉത്ഭവം ആനമല. ആനമലയിൽ ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്നു. ഒഴുകുന്ന ജില്ല പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. കടലുണ്ടി. കടലുണ്ടി പക്ഷി സങ്കേതമൊക്കെ കേട്ടില്ലേ? കടലുണ്ടിയുടെ നീളം 130 കിലോമീറ്ററാണ്. എത്രയാണ്? 130 കിലോമീറ്റർ. ചേരക്കൊമ്പൻ മലനിരകളിൽ നിന്ന് ഉത്ഭവം. എവിടെ നിന്നാണ്? ചേരക്കൊമ്പൻ മലനിരകളിൽ നിന്ന് ഉത്ഭവം. അറബിക്കടലിലാണ് പതിക്കുന്നത്. എവിടെ പതിക്കുന്നത്? അറബിക്കടലിൽ. ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകും? മലപ്പുറവും കോഴിക്കോടും. അടുത്തത് അച്ചൻകോവിലാർ. 128 കിലോമീറ്റർ. അച്ചൻകോവിലാർ എത്ര കിലോമീറ്ററാണ്? 128 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ പശുക്കിടമേട്ടിൽ. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ പശുക്കിടമേട്ടിൽ നിന്ന് ആരംഭിച്ച് പമ്പാ നദിയിൽ ലയിക്കുന്നു. പമ്പാ നദിയിൽ. നമ്മുടെ പമ്പാ നദിയുടെ പോഷകനദിയാണ് ഏത് പറഞ്ഞത്? അച്ചൻകോവിലാറൊക്കെ പറഞ്ഞു, അഴുതയാർ എന്നൊക്കെ പറഞ്ഞു. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം. എവിടെയാണ്? പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലായിട്ടാണ് ഇത് ഒഴുകുന്നത്. കല്ലടയാറിൻ്റെ നീളം എത്രയാണ്? 121 കിലോമീറ്റർ. എത്രയാണ്? 121 കിലോമീറ്റർ. കരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കല്ലടയാറ് 121 കിലോമീറ്റർ കരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അഷ്ടമുടി കായലിലാണ് ഇത് പതിക്കുന്നത്. കായലിലെ ഏത് കായലാണ്? അഷ്ടമുടി കായൽ. വേമ്പനാട് കായലല്ല, അഷ്ടമുടി കായൽ. ഏത് ജില്ലകളിൽ കൂടി ഒഴുകുന്നു? കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒഴുകുന്ന ജില്ലയാണേത്? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ മൂവാറ്റുപുഴയാറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണേത്? മൂവാറ്റുപുഴ നദി. 121 കിലോമീറ്റർ. സെയിമാണ് കല്ലടയാറിൻ്റെ അതേ ലെങ്ത് തന്നെയാണ് ഏതിനും? മൂവാറ്റുപുഴയാറിന്. ഉത്ഭവിക്കുന്നത് തരകം കാനം കുന്നുകളിൽ നിന്നുമാണ്. വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. നേരത്തെ പറഞ്ഞത് കല്ലടയാറ് അഷ്ടമുടി കായലിലും, ഇത് മൂവാറ്റുപുഴയാറ്
വേമ്പനാട് കായലിലും പതിക്കുന്നു. പ്രധാനപ്പെട്ട ജില്ലകൾ ഒഴുകുന്ന ഇടുക്കി, കോട്ടയം, എറണാകുളം. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. വളപട്ടണം പുഴ 110 കിലോമീറ്റർ. എത്രയാണ്? 110 കിലോമീറ്റർ. കർണാടകയിലെ ബ്രഹ്മഗിരി റിസർവ് വനം. ബ്രഹ്മഗിരി കേട്ടിട്ടുണ്ടായിരിക്കും. വയനാട് കർണാടക മേഖലകളിലായിട്ട്, കേരളം കർണാടക മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് ഏത്? ബ്രഹ്മഗിരി. അപ്പോൾ കർണാടകയിലെ ബ്രഹ്മഗിരി റിസർവ് വനങ്ങളിൽ നിന്നാണ് വളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത്. വളപട്ടണം നദി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടൽ. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്നു. ഏത് ജില്ലയിലൂടെ ഒഴുകുന്നത്? കണ്ണൂര്. ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്റർ ആണ്. എത്രയാണ്? 105 കിലോമീറ്റർ. കർണാടകയിലെ പട്ടിഘാട്ട് റിസർവ് വനത്തിൽ നിന്ന്. എവിടെ നിന്നാണ്? കർണാടകയിലെ പട്ടിഘാട്ട് റിസർവ് വനത്തിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നു. ഏത് ജില്ലയിലൂടെയാണ് പ്രധാനമായിട്ട് ഒഴുകുന്നത്? കാസർഗോഡ്. അടുത്തത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? നമ്മൾ പഠിച്ചു. ഏതാണ്? മഞ്ചേശ്വരം നദിയാണ്. എത്ര കിലോമീറ്ററാണെന്ന് പഠിച്ചത്? 16 കിലോമീറ്ററേ ഉള്ളൂ. കർണാടക അതിർത്തിയിലെ ബാലപുണ്ണി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പള കായലിൽ അവസാനിക്കുന്നു. ഏത് ജില്ല പ്രധാനമായിട്ടും? കാസർഗോഡ്. കബനി ടോട്ടൽ, അതായത് കേരളത്തിലെ ലെങ്ത് 58 ആണ്. ടോട്ടൽ അല്ല, കേരളത്തിലെ നീളമാണ് 58 കിലോമീറ്റർ. വയനാട് മലനിരകളിലാണ് ഏത് ഉത്ഭവിക്കുന്നത്? കബനി നദി ഉത്ഭവിക്കുന്നത്. തൊണ്ടാർമുടി. എവിടെയാണ്? തൊണ്ടാർമുടി. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ പതിക്കുന്നു. ഒഴുകുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. ഭവാനി കേരളത്തിലെ നീളം എത്രയാണെന്നാ പറഞ്ഞേ? 37.5 ആണ് ഭവാനിയുടെ കേരളത്തിലെ നീളം. നീലഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നീലഗിരി കുന്നിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഭവാനി. കാവേരി നദിയിലാണ്. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു. പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്നതിലെ ഏറ്റവും ചെറിയ നദി, ലാസ്റ്റ് നദി എന്ന് തന്നെ പറയാം. ഏതാണ്? പാമ്പാറാണ്. എത്ര കിലോമീറ്റർ ഉള്ളൂ? 25 കിലോമീറ്റർ. എത്രയാണ്? 25. ദേവികുളത്തെ ബെൻമൂർ ടീ എസ്റ്റേറ്റിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? പാമ്പാർ ഉത്ഭവിക്കുന്നത്. എത്ര കിലോമീറ്ററേ ഉള്ളൂ? 25 കിലോമീറ്ററേ ഉള്ളൂ. ഏത് നദിയിലാ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കിഴക്കോട്ടുന്ന എല്ലാം എവിടെ തന്നെയാ? കാവേരി നദിയിലാണ്. ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇനി കേരളത്തിലെ നദികൾ, പ്രധാനപ്പെട്ട നദികളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് കേരളത്തിലെ നദികളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പഠിക്കാം. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വളപട്ടണം നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാ? കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്നു. ഇത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണിത്, വളപട്ടണം നദി. അടുത്തത് യൂറോപ്യന്മാർ ഇംഗ്ലീഷ് ചാനൽ. ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യന്മാർ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയെയും വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ. ആറളം വന്യജീവി സങ്കേതമാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചീങ്കണ്ണിപ്പുഴ. ആ പേര് തന്നെ ഓർത്താൽ മതി, ചീങ്കണ്ണി എന്ന് ഓർത്താൽ മതി. ഈ സാധനത്തിൻ്റെ പേര് ഓർക്കുമ്പോൾ തന്നെ ഇത് കിട്ടുമല്ലോ. അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചീങ്കണ്ണിപ്പുഴ. അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് കുറുമാലിപ്പുഴ. അടുത്തത് നിലമ്പൂർ തേക്കിൻ കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ചാലിയാർ. ഏതാണ്? നിലമ്പൂർ തേക്കിൻ കാട്ടിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാ? തൂതപ്പുഴ. ഏതാണ്? തൂതപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന അത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? തൂതപ്പുഴയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. OV വിജയന്റെ കൃതിയായ ഗുരുസാഗരം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു, ഉത്ഭവിക്കുന്നതാണ്. തൂതപ്പുഴ അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്. സൈലന്റ് വാലിയിൽ ഓൾറെഡി ഒഴുകി പോകുന്നുണ്ട്, അതിലൂടെ ഒഴുകിപ്പോകുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ.
മലിനമാകാത്ത നദി, കേരളത്തിലെ മലിനമാകാത്ത നദിയാണ് സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയായ കുന്തിപ്പുഴ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തട്ടേക്കാട്, പിന്നെ പെരിയാർ വന്യജീവി സങ്കേതം, ഉളിയന്നൂർ, പെരുന്തച്ഛൻ ജന്മസ്ഥലമായ ഉളിയന്നൂർ, ഇതിലൂടെ ഒക്കെ ഒഴുകുന്ന നദി ഏതാ? പെരിയാർ നദിയാണ്. പെരിയാർ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതം ബോട്ടബോർഡൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഏത് നദിയിലാത്? ഏത് നദീ തീരത്താ? പെരിയാറിൻ്റെ തീരത്ത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, യു ആകൃതിയിൽ കാസർഗോഡ് പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴ. യു ആകൃതിയിൽ കാസർഗോഡ് പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്ന വേറൊരു പേരെന്ത് ഉണ്ട്? ഏതാണ്? പയസ്വിനി പുഴ. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ചന്ദ്രഗിരി പുഴയാണ്. അടുത്തത് സ്വർണ്ണ നിക്ഷേപം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്വർണ്ണ നിക്ഷേപം കണ്ടുപിടിച്ചു. എവിടെ നിന്ന്? ചാലിയാറിൽ നമ്മൾ കുഴിച്ചു. എവിടെ? ചാലിയാറിൽ നമ്മൾ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ഏത്? ചാലിയാർ. ജൈവ വൈവിധ്യം, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യവും ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തും എവിടെയാ? ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ അവിടെ തന്നെ, ചാലക്കുടി പുഴയിൽ തന്നെ. കാവേരി നദിയുടെ പോഷക നദി ഏതാ? കബനി. കബനി, ഭവാനി, പാമ്പാർ ഇവയെല്ലാം ഏത് തന്നെയാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ്. ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. കാരണം കിഴക്കോട്ടൊഴുകുന്ന നദികളെല്ലാം പോയി പതിക്കുന്ന എവിടെ തന്നെയാ? കാവേരി നദിയിലാ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്ത് ഏത് നദിയുടെ തീരത്ത്? നെയ്യാറിൻ്റെ തീരത്ത്. നെയ്യാറ് ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്യാർ നദിയുടെ നീളം എത്രയാ? 56 കിലോമീറ്ററാണ്. ഇതിൻ്റെ ഉത്ഭവം എവിടെന്നാ ഉത്ഭവിക്കുന്നേ? അഗസ്ത്യമല. എവിടെന്നാണ്? അഗസ്ത്യമല. ഇവിടെ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നു. ഏതാണ്? മരക്കുന്നം ഐലൻഡ്. പ്രധാനപ്പെട്ട പോഷക നദി കല്ലാർ, കരവലിയാർ. PSC ചോദിച്ചിട്ടുണ്ട് നിളയുടെ കവി ആരാണെന്ന്. ആരാണ് നിളയുടെ കവി? നിങ്ങൾക്കറിയാം ആരാ നിളയുടെ കവി? പി കുഞ്ഞിരാമൻ. പി കുഞ്ഞിരാമൻ നായർ. ആരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്, എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പി കുഞ്ഞിരാമനെയാണ്. ആരാണ്? പി കുഞ്ഞിരാമൻ. ആരാണ്? നിളയുടെ കവിയാണ് അദ്ദേഹം. മഞ്ഞ നദി ഏതാണ്? മഞ്ഞ നദി, മൂരാട് നദി. മഞ്ഞ നദി, മൂരാട് നദി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് കുറ്റിയാടി നദിയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ. ഏതാണ്? വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ. മലബാർ മാനുവലിനെ കുറിച്ച് നിങ്ങൾ വേറെ ക്ലാസ്സിൽ പഠിക്കുക. അത് വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് കോരപ്പുഴ. OV വിജയൻ്റെ ഗുരുസാഗരം എവിടെ കേട്ടിട്ടുണ്ട്? എവിടെ കേട്ടിരിക്കണേ? നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞു. OV വിജയൻ്റെ ഗുരുസാഗരം. OV വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി തൂതപ്പുഴ. നമ്മൾ പറഞ്ഞു OV വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് തൂതപ്പുഴ. പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? OV വിജയൻ. അടുത്തത് SK പൊറ്റക്കാട്. സഞ്ചാരിയാണ് SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം. നാടൻ പ്രേമം എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി. പ്രേമം എന്ന് കേട്ടത് അന്നേരം തന്നെ ഏത് നദീനെ പറ്റി ഓർത്താൽ മതി? നമ്മുടെ ട്രെൻഡ് ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴ. ഇരുവഴിഞ്ഞിപ്പുഴയാണ്, അത് വിട്ടൊരു കളിയില്ല. അടുത്തത് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള നദി. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് മീനച്ചിലാർ. ഏതാണ്? മീനച്ചിലാർ. കോട്ടയം ടൗൺ മീനച്ചിലാറിൻ്റെ തീരത്താണ്. അല്ലെങ്കിൽ കോട്ടയം ടൗണിനെ ചുറ്റിവിടുന്ന നദിയാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? മീനച്ചിലാർ. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്ന നദി ഏത് തന്നെയാണ്? മീനച്ചിലാർ. കല്ലടയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്നൊരു തൂക്കുപാലമുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു തൂക്കുപാലമാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കല്ലടയാറിന് കുറുകെ ഏത് സ്ഥലത്താ? പുനലൂർ. പുനലൂരിൽ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലമാണ്. ഈ പുനലൂർ തൂക്കുപാലം എന്നാണ് പണിതത്? 1877 ആൽബർട്ട് ഹെൻറി. ആരാണ്? ആൽബർട്ട് ഹെൻറി. അടുത്തത് ചിറ്റൂർ പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും തമ്മിൽ ചേരുന്ന പ്ലേസ് ആണല്ലോ പറളി എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്
കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നത് പറളിയിൽ വെച്ചാണ്. അടുത്ത കല്ലായി നദി. കല്ലായി നദി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ല. അപ്പോൾ കല്ലായി നദി കോഴിക്കോട് ജില്ല. എവിടെയാണ്? കോഴിക്കോട്. കല്ലായി നദി കോഴിക്കോട് ജില്ല. അതുപോലെ തന്നെ വാമനപുരം നദി. വാമനപുരം ബസ് റൂട്ട് എന്ന് കേട്ടല്ലേ? അത് തന്നെ. വാമനപുരം നദി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. 4 പാർട്ടുകളിലായിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ റിവേഴ്സിനെ പറ്റി പഠിച്ചത്. PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കേരള ജോഗ്രഫി. കേരള ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് കേരള റിവേഴ്സ്. നിങ്ങൾക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് കേരള റിവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ എന്ത് പഠിക്കുക? കേരള റിവേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക.